നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തെ തിരുവോണം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. തിരുവോണം നക്ഷത്രം മകരക്കൂറിലാണ്. മകരക്കൂറുകാർക്ക് 7ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ 6ലായിരുന്നു വ്യാഴം. അപ്പോൾ അത് കഴിഞ്ഞ മാസത്തിൽ 7ലേക്ക് വന്നതുകൊണ്ട് ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ട് യോഗമുണ്ട്. പ്രത്യേകിച്ചും സഹായ സ്ഥാനത്താണ് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശനി വ്യാഴ ദൃഷ്ടിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും വിദേശത്ത് വീട് വിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമായ നല്ല ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ വിദേശത്തല്ല സ്വദേശത്താണെങ്കിലും എല്ലാവർക്കും അനുകൂലമാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ, പിരിമുറുക്കം പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവം. എന്നാൽ 6ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ഭാഗ്യാധിപതിയായിരിക്കുന്ന ബുധൻ നിൽക്കുന്നത്. ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് വലിയ പ്രാധാന്യം ഈ സമയത്ത് കാണുന്നില്ല. എന്നാൽ 5ാം ഭാവാധിപതി അഷ്ടമത്തിൽ പോവുക, 5ാം ഭാവത്തിൽ ചൊവ്വ ബാധകാധിപതി വരികയും ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിലുള്ള ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പാപയോഗത്തോടു കൂടിയിട്ട് നഷ്ടസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്ന കാരണം കൊണ്ട് സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ കുറച്ച് ടെൻഷനും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 5ാം ഭാവാധിപതി അഷ്ടമത്തിൽ നഷ്ടസ്ഥാനത്ത് പോയി നിൽക്കുന്നു, പാപയോഗത്തോടു കൂടി നിൽക്കുന്നു. 5ാം ഭാവത്തിൽ പാപയോഗം വന്നു. അപ്പോൾ ഇതൊക്കെ സ്ത്രീ വിഷയത്തിൽ വാഹന സംബന്ധമായിട്ട് ധനനഷ്ടവും, സ്ത്രീ വിഷയത്തിൽ പേരുദോഷം പോലുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അപ്പം അത് കാരണം പ്രത്യേകമായിട്ട് തിരുവോണ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിച്ച് മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ദേവീ ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഒരു പരിധിവരെ മേൽപ്പറഞ്ഞ വലിയ ദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ നല്ല. കാരണം 7ൽ വ്യാഴമുണ്ട്, ദൈവാധീനമുള്ള സമയമാണ്. എങ്കിൽ പോലും കർമ്മസംബന്ധമായിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിൽ നഷ്ടപ്പെടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മാനസിക ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങൾ, കടുംപായസമൊക്കെ കഴിപ്പിക്കുന്നത് നല്ലതാണ്. നല്ല പ്രാർത്ഥന ഉണ്ടാകണം ഉള്ള തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ. എന്നാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകാനായിട്ട് യോഗമൊക്കെ കാണുന്നുമുണ്ട്. കുറച്ചൊരു സാമ്പത്തിക ഞെരുക്ക് അനുഭവപ്പെടും. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അത് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം സംസാരം വളരെ ശ്രദ്ധിച്ച് വേണം. അതേപോലെ ആഗ്നേയഗ്രഹമായിരിക്കുന്ന സൂര്യനോട് ചേർന്നാണ് വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പം അതും ഈ പറഞ്ഞ രീതിയിൽ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ അനുകൂലമാണ്. 7ൽ വ്യാഴം നിൽക്കുന്നതെങ്കിലും ആ പാപനോട് യോഗം ചെയ്ത് ശുഭനും പാപനും 7ൽ നിൽക്കുന്നത് കാരണം കൊണ്ട് അത് ദാമ്പത്യ സംബന്ധമായിട്ട് ചില പൊരുത്തക്കേടുകൾ ചില സമയത്ത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, ലളിതാ സഹസ്രനാമം, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസം വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ തിരുവോണ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.